സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് എൻ്റെ 60-ാം പിറന്നാളാണ്. ഫോണിലൂടെയും വാട്സപ്പിലൂടെയുമൊക്കെ ദിവസങ്ങൾ മുമ്പ് തന്നെ എനിക്ക് പ്രാർത്ഥനകളും മനോഹരമായ വാക്കുകളുമൊക്കെ എഴുതി അയക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും പ്രാർത്ഥനയും. വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവനു വേണ്ടി ജീവൻ മാറ്റിവെക്കുന്നവർക്ക് വേണ്ടി, ജീവിതം മാറ്റിവെക്കുന്നവർക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ലഭിക്കുമെന്ന്. ഒത്തിരിയേറെ സഹോദരന്മാർ, സഹോദരിമാർ, അപ്പന്മാർ, അമ്മമാർ, ഇങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നാണ് വാഗ്ദാനം. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സത്യം പറയാമല്ലോ, ഒരു 6 വയസ്സുകാരൻ സ്നേഹമുള്ള അവൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ താമസിക്കുന്ന പോലെയാണ് എൻ്റെ ജീവിതം. ഇന്നലെ വെളുപ്പിന് ഒരു 2 മണിയായപ്പോൾ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു വചനം നീ പഠിക്കണം എന്ന് പറഞ്ഞ് 2 മണിക്ക് എന്നെ എഴുന്നേൽപ്പിച്ചു. മലയാളം പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ഇംഗ്ലീഷ് പഠിക്കാൻ എനിക്ക് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇന്നത്തെ മിനിസ്ട്രിക്ക് വേണ്ടി ആണ് ഈ വചനം പഠിപ്പിക്കുന്ന ഈശോ. ഞാൻ എഴുന്നേറ്റു, ഞാൻ വചനം പഠിച്ചു, ഇംഗ്ലീഷിൽ റെക്കോർഡിങ് ചെയ്തു. മലയാളം ഒന്ന് വായിച്ച് നോക്കി എന്ന് പറഞ്ഞാൽ അത്ര ബാലൻസ് ഒന്നും അല്ലെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ. ഇംഗ്ലീഷ് ഒത്തിരി പേടിക്കണം, കാരണം തെറ്റുകളൊക്കെ സംഭവിച്ചാൽ പ്രശ്നമല്ലേ. അത് എൻ്റെ ടെസ്റ്റിമണി തന്നെയായിരുന്നു. നേരത്തെ എനിക്കിത് മനസ്സിലായതാണ്. അത് പൗലോസ്ലീഹ തിമോത്തിയോർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 16-ാം വചനമാണ്. എൻ്റെ ന്യായവാദങ്ങൾ ആദ്യം ഞാൻ അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, ആരും എൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. അവരുടെ മേൽ കുറ്റം ആരോപിക്കരുതേ. എന്നാൽ കർത്താവിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. എല്ലാ വിജാതിയിലും കേൾക്ക വചനം പ്രഖ്യാപിക്കുവാനുള്ള കഴിവ് എനിക്ക് നൽകി. അങ്ങനെ സിംഹത്തിൻ്റെ വായിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ കർത്താവ് എന്നെ എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിച്ച് അവൻ്റെ രാജ്യത്തിലേക്ക് എന്നെ കാത്തുകൊള്ളൂ. അവൻ എന്നും എന്നേക്കും സ്തുതി ഉണ്ടാകട്ടെ, ആരാധന ഉണ്ടാകട്ടെ. ഇതായിരുന്നു ആ വചനഭാഗം. ഇതുപോലെ നമ്മുടെ ജീവിതവും തമ്പുരാൻ നമ്മെ കാത്തുകൊള്ളും എന്ന ചിന്തയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.